കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. UDFും BJPയും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണം ശക്തമാക്കി. UDFിന്റെ മേയർ സ്ഥാനാർത്ഥി ചലച്ചിത്ര സംവിധായകൻ VM വിനുവിന്റെ പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ദീപക് ധർമ്മടം തത്സമയ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. എന്തായാലും VM വിനു ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ്. ഇത്രകാലവും ചലച്ചിത്ര മേഖലയിൽ പെർഫോം ചെയ്ത വിനു കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കളം നിറഞ്ഞ് കളിക്കാൻ തുടങ്ങിയോ? SKN VM വിനു ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു സ്റ്റാർ വാല്യൂ നൽകുകയും കൂടിയാണ്. ക്ഷമിക്കണം. അതായത് VM വിനു എത്തുന്നത് കല്ലായിലാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കല്ലായിൽ സ്വീകരണം. ആ കല്ലായിലാണ് VM വിനു ആദ്യമായിട്ട് സിനിമയിൽ ആദ്യ ഷോട്ട് എടുക്കുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. അങ്ങനെ ആ കല്ലായിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി VM വിനു എത്തുകയാണ്. അത് UDFിന് പൊതുവിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി 4 മണിക്ക് തന്നെയാണ് CPMൻ്റെ LDFിൻ്റെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതുകൂടി വരുമ്പോൾ കളം നിറഞ്ഞാടലാവും 3 മുന്നണികളും. BJPയും സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN ഈ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വിവിധ മുന്നണികളിൽ പ്രശ്നങ്ങളാണ്. കോൺഗ്രസിൽ നടക്കാവ് വാർഡ്, എരഞ്ഞിപ്പാലം വാർഡിൽ തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. അതുപോലെ BJPയിൽ സിറ്റിംഗ് കൗൺസിലർമാരെ മത്സരിപ്പിച്ചില്ല എന്ന പേരിലുള്ള പ്രശ്നങ്ങളും തുടരുകയാണ്. കാരണം അതിൽ ചക്കോരത്തോളം ഡിവിഷൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും സിറ്റിംഗ് കൗൺസിലറെ അവർക്ക് അവസരം നൽകിയില്ല എന്നുള്ള പരാതി, മുതിർന്നവരെ മാറ്റി നിർത്തി എന്നുള്ള പരാതി, VK സജീവൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടും അവസരം നൽകുന്നില്ല എന്നുള്ള പരാതി. അങ്ങനെ BJPയിലും UDFിലും എല്ലാ മുന്നണികളും CPMലും ഇടതുമുന്നണിയിലും അങ്ങനെ പുറത്തു പരസ്യമായി വന്നിട്ടില്ല. പക്ഷേ എന്നാൽ UDFിലും അതുപോലെ BJPയിലും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുമുണ്ട്. കോൺഗ്രസിൽ ഇന്ന് ചില പ്രശ്നങ്ങൾ പുതുതായി വരുന്നതിൻ്റെ സൂചനകളും കാണാനുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.